ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അന്നമ്മച്ചേട്ടത്തി സ്പെഷ്യൽ 2.0യുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നല്ല ജലദോഷമുണ്ട്, അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു രസം വെക്കാമെന്ന്. എപ്പോഴും ഞങ്ങൾക്ക് ജലദോഷവും പനിയും വരുമ്പോൾ ഞാൻ എന്തായാലും അന്ന് രസം വെക്കും. അപ്പം നമ്മൾ തൊണ്ടയൊന്ന് ക്ലിയർ ആവുകയും ചെയ്യും, ആ ചുമയ്ക്കും ഒക്കെ ഒരു ആശ്വാസമാവുകയും ചെയ്യും, ചോറ് കഴിക്കാനാണെങ്കിലും വായിക്കൊരു ടേസ്റ്റൊക്കെ ആവുകയും ചെയ്യും. ആദ്യം നമ്മുടെ പോയ ചാനലിൽ ഞാൻ രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് വേറൊരു രീതിയിലായിരുന്നു ഞാനന്ന് ഉണ്ടാക്കിയത്. ഇത് വേറൊരു സ്റ്റൈലിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ജലദോഷവും ചുമയും ഒക്കെ ആണെങ്കിലും മെലുവേനൊക്കെ ആണെങ്കിലും ഞാൻ ചെയ്യുമ്പോൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് എല്ലാവർക്കും ജലദോഷമാണ്. അപ്പം രസം നമുക്ക് അടിപൊളിയായിട്ടൊന്ന് വെച്ച് ഇതിരി കഞ്ഞിയൊക്കെ കുടിക്കാം. ഓക്കെ, അപ്പം ഞാൻ ചട്ടി നമ്മുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കാരണം തീ കത്തി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ചതാണ്. അപ്പോൾ അവിടെ നിന്ന് ചൂടാവട്ടെ. ഈ സാധനങ്ങളൊക്കെ ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം. അപ്പം ഞാൻ നമുക്ക് വറ്റൽമുളക് വേണം. ആവശ്യത്തിന് ഒരു 3-4 ചെന മതി വറ്റൽമുളക്. നമ്മൾ കുരുമുളക് ഇടുന്നുണ്ടല്ലോ, നമ്മൾ അധികത്തിൽ കുരുമുളകാണ് ഇടുന്നത്. അതുകൊണ്ടൊരു 3-4 വറ്റൽമുളക് മതി. നമ്മുടെ പച്ചമല്ലി ഉണ്ടല്ലോ, പച്ചമല്ലി അത് 1 ടീസ്പൂണ് പച്ചമല്ലി. പിന്നെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക്, കാരണം കുരുമുളക് ഇച്ചിരി കൂടുതൽ നിന്നോട്ടെ. 1.5 ടീസ്പൂൺ കുരുമുളക്. പിന്നെ ഒരു നുള്ള് ഉലുവ, അത് നമ്മളിട്ട് കൊടുത്തു. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ചെറു ജീരകം. പിന്നെ ഒരു 5-6 ചുള വെളുത്തുള്ളി. ഇച്ചിരി വലിപ്പമുള്ളതാണേലും ചെറുതാണേലും ഒരു 5-6-7 എണ്ണം. ഇതിപ്പോൾ ഒരു 10 എണ്ണത്തോളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10 ചുള വെളുത്തുള്ളി. ഒരുപാട് വലുതല്ല, ചെറുതായതുകൊണ്ടാണ് കേട്ടോ. അപ്പം എന്ത് ചെയ്യണം, നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു കൊടുത്തു. അത് നന്നായി ചൂടാകുമ്പോഴത്തേനും നമുക്കിതാ ഞാൻ ഒരു നെല്ലിക്കായുടെ വലുപ്പത്തിൽ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്, പിഴുപുളി. ആ പുളി നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ ഒരു കുറച്ച് മുമ്പ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് നലുത്ത് കിട്ടും. അങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് ഞെരടി റെഡിയാക്കി ഈ വെള്ളം, തനി വെള്ളം, ഇത് ഈ സത്തൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ആ വെള്ളം എടുത്ത് വയ്ക്കാം. അപ്പം അതിനകത്തിലെ ആ ഒരു സത്തൊക്കെ എടുത്ത് മാറ്റി നമ്മൾ പുളിവെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു 3 കുറച്ച് നന്നായിട്ട് പഴുത്ത തക്കാളി, നന്നായിട്ട് പഴുത്തതാണ് നല്ലത്. ഒരു 3 തക്കാളി ഞാനെടുത്ത് മുറിച്ച് നമുക്ക് ആ പുളിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷ് മല്ലിച്ചപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ ശകലം ഉപ്പും കൂടി അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ നന്നായിട്ട് കൈ കൊണ്ട് ഈ തക്കാളി നല്ലവണ്ണം ഞെരടി എടുക്കണം. എന്താ പറയുക, പാതി വേവ് നമ്മുടെ കയ്യിലായിരിക്കണം ഈ തക്കാളിയുടെ. അതിനാണ് പറഞ്ഞത് നല്ല പഴുത്ത തക്കാളി വേണമെന്ന്. നന്നായിട്ട് ഞെരടിയെടുക്കണം. ഇതാ ഇങ്ങനെ ഞെരടിയെടുക്കണം കേട്ടോ. ഇങ്ങനെ നല്ലതായിട്ട്, എത്രയും നന്നായിട്ട് ഞെരടി എടുക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് ഞെരടിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഞെരടിയെടുക്കാം. ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഞെരടിയെടുക്കാം. അപ്പം അത് റെഡിയാക്കി അവിടെ മാറ്റി വയ്ക്കുക. അപ്പം അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കടുക് നമ്മൾ ഇട്ട് കൊടുക്കാം.
അപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. ഒരു 2-3 വറ്റൽമുളക് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ആവശ്യത്തിനുള്ള ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന സാധനം നമ്മൾ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പൊടിച്ച് വെച്ചത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അതും കൂടി ചെറിയൊരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്, അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ എണ്ണയിലോട്ട് കിടന്നതൊന്ന് മൂത്ത് വരട്ടെ. ഇതിൻ്റെ എല്ലാം പച്ച മണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വയറ്റ് ഇതായി കൊടുക്കുക. കരിഞ്ഞു പോകരുത്, ഒന്ന് മൂത്ത് വരവേ ചെയ്യാവും. പിന്നെ ഇനി നമ്മൾ ഇതാക്കി വെച്ചിരിക്കുന്ന ഇത് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതായത് തക്കാളി, മല്ലിച്ചപ്പും ഉപ്പും എല്ലാം കൂടി ഇട്ട് ഇതാക്കി വെച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. നമുക്ക് ആവശ്യത്തിന് എത്രത്തോളം ഇത് വേണം, നമ്മളിപ്പോൾ 3 തക്കാളിയല്ലേ ഇട്ടെ, അപ്പം അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒരു കാരണവശാലും ഇത് ഒരുപാട് അങ്ങ് തിളച്ചിതായി പോകരുതേ. ഒന്ന് അവിടെ എവിടെയൊക്കെ ഒന്ന് വരുമ്പോഴത്തേനും നമ്മളിത് ഓഫാക്കി അടച്ച് വെക്കണം. നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഇതിലേക്ക് ഇത്തിരി കായപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന്. എനിക്കാണെങ്കിൽ ഇത്തിരി കൂടുതൽ കായപ്പൊടിയൊക്കെ വേണം. കുരുമുളകും കായപ്പൊടിയൊക്കെ കൂടുതലുണ്ട്. ഈ സാമ്പാറിനകത്തൊക്കെ എനിക്ക് ഒരുപാട് കായപ്പൊടി വേണം. ആ കായപ്പൊടിയുടെ ആ കായത്തിൻ്റെ ആ ഒരു മണം സാമ്പാറൊക്കെ അങ്ങോട്ട് എടുക്കുന്ന സമയത്ത് ആ ഒരു മണം കിട്ടാൻ വേണ്ടി ഞാൻ അധികം ചേർക്കും. ഇനി നമുക്ക് മല്ലിച്ചപ്പ് കുറച്ചും കൂടി അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് അരിഞ്ഞ് മുറിച്ചിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊന്ന് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കാം. എല്ലാവരും ചോദിക്കും ഇതെന്താ നന്നായിട്ട് തിളച്ച് ചാറിറങ്ങണ്ടേന്ന്. അതൊന്നും വേണ്ട. നമുക്ക് ഉപ്പ് ഇത്തിരി ഇട്ട് കൊടുക്കണം. പുളി ഇത്തിരി മുന്നിട്ട് നിൽക്കുകയാണേ. ആ ഒരു ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. കാരണം ഇനിയിപ്പോൾ കാലാവസ്ഥയൊക്കെ മാറി വരും, ചൂടങ്ങോട്ട് മാറി മഴയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ജലദോഷവും ഒക്കെ ആയിരിക്കും. ഒരു രസമൊക്കെ വെച്ച് ചോറിൻ്റെ കൂടെ, പ്രത്യേകിച്ച് റേഷനരി ചോറാണ് നമ്മുടെ ഈ രസം കഴിക്കാനെ കൊണ്ട് നല്ല ബെസ്റ്റായിട്ടുള്ളൊരു കോമ്പിനേഷൻ. അപ്പം തിളച്ച് വരാറായിട്ടേ ഉള്ളൂ. നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം എന്താ, ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഈ മുളകിലൊക്കെ നമ്മൾ കുരുമുളകൊക്കെ വഴറ്റിയില്ലേ, അതിൽ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ വേറൊരു കളർ വരും. ഈ തിളച്ച് വരാൻ സമയമാകുമ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആ രസത്തിൻ്റെ കളർ ഇങ്ങോട്ട് കിട്ടും. ഒരു മഞ്ഞ കളറിന് ഒരു കളർ കിട്ടും. അതിനാണ് ഞാൻ ആ എണ്ണയിലിട്ട് മൂപ്പിക്കാതെ ഇപ്പം ഇട്ടത്. അപ്പം ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാടൊന്നും തിളയ്ക്കണ്ട, ഒരു അവറേജ് തിളയ്ക്കുക. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ വാങ്ങി അടച്ച് വെക്കുക. കുറച്ച് നേരം അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ എടുത്തൊന്ന് ഉപയോഗിച്ച് നോക്കിയേക്കേ, നല്ല അടിപൊളി രസമായിരിക്കും. അപ്പം നമ്മുടെ രസം തിളച്ചു. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഗ്യാസ് ആണെങ്കിൽ ഓഫ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ രസം തിളച്ചു. ഇത്രയും തിളയ്ക്കാവൂ, ഒരുപാടിട്ട് തിളയ്ക്കരുത്. പിന്നെ ഇത് കറിച്ചട്ടിയും കൂടെ ആയതുകൊണ്ട് ഇതിങ്ങനെ ചൂടായിട്ട് നന്നായിട്ടിരിക്കും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ
ഇത് കുറച്ച് നേരത്തേക്ക് അടച്ച് വെക്കുക. അടച്ച് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിനകത്ത് ഇതെല്ലാം ഒന്ന് ശരിക്കും പിടിക്കുകയുള്ളൂ. അപ്പം നമുക്ക് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കറിച്ചട്ടിയിലായതുകൊണ്ട് ഭയങ്കരമായിട്ട് ചൂട് നിൽക്കും. കുറച്ച് നേരം നമ്മൾ കറിച്ചട്ടി ചൂട് നിൽക്കുമല്ലോ. അപ്പം അങ്ങനെ ഇതങ്ങ് എല്ലാം നന്നായിട്ട് പിടിക്കും. ചട്ടിയുടെ ചൂടും നമ്മൾ അടച്ച് വെക്കുമ്പോൾ ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. ജലദോഷമാണെങ്കിലും നല്ല ആ കായത്തിൻ്റെയും ഒരു മല്ലിച്ചപ്പിൻ്റെയും ഒക്കെ ഒരു പ്രത്യേകമായിട്ട് ഒരു മണമാണ് വരുന്നത്. നമുക്ക് എത്ര ജലദോഷം പനിയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ചോറ് കഴിക്കാനൊരു തോന്നൽ വരും. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് റേഷനരി ചോറാണ് ഏറ്റവും നല്ലത്. എനിക്കിഷ്ടമാണ് ഈ രസം വയ്ക്കുമ്പോൾ റേഷനരി ചോറും ഒക്കെ വെച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഉണക്കമീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട. ഞാൻ മിക്ക ദിവസങ്ങളിൽ രസം ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്തറിയാം, വാഴയ്ക്ക തോരൻ വയ്ക്കും. വാഴയ്ക്ക തോരൻ വെച്ച് ഉണക്കമീൻ വറക്കും. ഉണക്കമീൻ വറുത്തിട്ട് രസം ഉണ്ടാക്കും. എന്ത് രസമാണെന്നറിയാം കഴിക്കാൻ. നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാൻ പറ്റും. ഒരുപാട് കറികളോ അല്ലെങ്കിൽ ഇറച്ചിയോ മീനോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചെറിയൊരു ഉണക്കമീൻ, ഒരു വാഴയ്ക്ക തോരൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോരൻ അതിന് മതി. രസം കൂട്ടി നല്ല റേഷനരി ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനതങ്ങനെ കഴിക്കാറുമുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ പിന്നെ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കണ്ട. ഇപ്പോഴും ആ ചൂട് പോയിട്ടില്ല അതിനകത്തിൽ. ആ ചൂട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ എല്ലാവരും വിചാരിക്കും യോ തക്കാളി വെന്തിട്ടില്ലേ ഇങ്ങനെയാണെന്നും അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ഇങ്ങനെ അടച്ച് വെച്ചാൽ മതി. ആ ഒരു ഇതായിക്കോളും കേട്ടോ. ഞാനേ ഇതിൽ ഒരു ഇത്തിരി എടുത്തിട്ടെ അമ്മച്ചിക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കട്ടെ കേട്ടോ. അമ്മച്ചി പറഞ്ഞാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഈ സ്റ്റൈലിലല്ല ഞാൻ നേരത്തെ രസം ഉണ്ടാക്കിയത്. വേണമെങ്കിൽ നിങ്ങൾ പ്രേക്ഷകർക്ക് അത് വേണമെങ്കിൽ ആ രീതിയിലും കൂടി ഉണ്ടാക്കി കാണിക്കാം. ഇത് അതിലും നല്ലതാണ്, ഇത് അതിലും നല്ലതാണ്. രണ്ടും ഒരുപോലെയാണ്. അപ്പോൾ ഇത് നമുക്ക് അമ്മച്ചിക്കൊന്ന് കൊണ്ട് കൊടുത്ത് നോക്കാം. അമ്മച്ചി കുടിച്ചിട്ട് എന്താണെന്ന് അമ്മച്ചി ടേസ്റ്റ് നോക്കട്ടെ. അമ്മച്ചിയല്ലേ ടേസ്റ്റ് നോക്കണ്ടേ. അപ്പം അമ്മച്ചി ടേസ്റ്റ് നോക്കിയിട്ട് അമ്മച്ചിയുടെ കൈപ്പുണ്യം കിട്ടിയിട്ടുണ്ടോ എന്ന് അമ്മച്ചി തന്നെ പറയണം. അപ്പം നമുക്ക് അമ്മച്ചിക്ക് കൊടുക്കാം. വാ. അപ്പം രസം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അമ്മച്ചിയുടെ അടുത്ത്. രസം കുടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. അന്നമ്മ ചേട്ടത്തി ചട്ടയിലും മുണ്ടയിലേക്കും തിരിച്ചു വന്നിരിക്കുന്നു. പൂർവാധിക ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുന്നു. കൈയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. പതി എന്നാലും വേദനയുണ്ട്. എന്നാലും അമ്മച്ചി ചട്ടയിലും മുണ്ടിലേക്കും തിരിച്ചു വന്നിരിക്കുന്നു. അതെല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പം അമ്മേ സോപ്പ് ഇടുകയെന്ന് വിചാരിക്കും കേട്ടോ. ഞാൻ രസത്തിന്റെ ചിലപ്പോൾ ആയിട്ട് ടേസ്റ്റ് കൂട്ടി പറയാൻ വേണ്ടി അതൊന്നും അല്ല കേട്ടോ. അമ്മ ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കാമേ. ചൂടുണ്ട്, ഞാൻ പിടിക്കാം. ചൂടുണ്ടേ. നല്ല മണം വേണമല്ലോ. ഉണ്ടോ? താങ്ക് യു. മണത്തിന് എത്ര ഗുണവും കൂടെ വേണം. ഗുണമുണ്ടോ നോക്കട്ടെ. ആയിക്കോട്ടെ. കുറച്ച് നേരം ഇരിക്കണം അല്ലേ അമ്മേ? അതന്നെ പറഞ്ഞു ഇതാക്കുക. അടുത്തതും കൂടെ കുടിച്ചിട്ടുണ്ട്. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല. കുഴപ്പമില്ല. അമ്മച്ചിയുടെ കൈപ്പുണ്യം ഇങ്ങനെ കുറച്ച് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അല്ലേ അമ്മേ? അതെ അതെ. മുല്ലപ്പൂമ്പൊടി ഏറ്റി കിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്നല്ലേ. ആഹാ, വീണ്ടും കുടിച്ചു. അപ്പോൾ എന്റെ രസം സക്സസ് ആയിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യണ്ട അമ്മച്ചി, ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അല്ലേ അമ്മേ? തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അപ്പം ജലദോഷവും പനിക്കും ഒക്കെ നല്ല സാധനമാണ്. അപ്പൊ ഉണ്ടാക്കി നോക്കുക. ഞങ്ങൾ ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവർക്കും ഒരു ബൈ, ഒരു കറക്കിക്കുത്തും കൊടുക്കാൻ പറ്റി. ചായ രസം ഈ രസത്തിന് വേണ്ടി നല്ലൊരു കറികൂട്ട്, നല്ലൊരു കറികൂട്ട് മകളം കൊടുത്ത് എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പൊ അമ്മച്ചി ഇപ്പൊ ഇനിതാ ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ അമ്മച്ചിയെ കൊണ്ടൊന്നും ചെയ്യിക്കുന്നില്ല. ഞാനിങ്ങനെ ചെയ്തിട്ട് അമ്മച്ചിയുടെ കൈപ്പുണ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ. അല്ല അമ്മച്ചി പറയുമ്പോൾ മൂത്ത മോക്കും മേലെ മോനുമാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറയാൻ വേണ്ട, എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പം ഇനി നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെയും ബൈ പറഞ്ഞമ്മ. ബൈ പറ. അതുവരെയും എല്ലാവരും ബൈ. അച്ഛൻ കുടിച്ചു നോക്കിയടാ. ഉണ്ടോ? വെറുതെ വയലോട്ട് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോഴത്തേനും പറഞ്ഞു കഴിഞ്ഞു. അമ്മച്ചി നോക്കുന്ന പോലെ രുചിച്ച് നോക്കിയിട്ട് പറടാ. ആണോ? നല്ല മധുരം. പുളിയോ? പിന്നെ വേറെന്തുണ്ട്? എല്ലാരും നന്നായിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ.